ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ആഗ്രഹിക്കുന്ന, എന്നാൽ വളരെ കുറച്ചു പേർക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ സ്വപ്നമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ കോടീശ്വരനാകുക എന്നത്. പലരും പറയാറുണ്ട്, പണമല്ല വലുത്, മനസമാധാനമാണ് വലുത്, പണം സകല അനർത്ഥങ്ങൾക്കും കാരണമാണ് എന്നൊക്കെ. എന്നാൽ സത്യമതല്ല. പണമില്ലാത്തവന്റെ സമാധാനം എപ്പോഴാണ് നഷ്ടപ്പെടുന്നതെന്ന് അവനു പോലും അറിയില്ല. ആചാര്യ ചാണക്യൻ പണത്തെക്കുറിച്ച് വളരെ പച്ചയായ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ പണമില്ലാത്തവനെ സ്വന്തം ഭാര്യയും മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉപേക്ഷിക്കുന്നു. എന്നാൽ പണം വരുമ്പോൾ അവരെല്ലാം തിരികെ വരുന്നു. അതുകൊണ്ട് പണമാണ് ഈ ലോകത്തിലെ ഒരേയൊരു യഥാർത്ഥ ബന്ധു. ഈ വരികൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ദേഷ്യം വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ ആളുകൾ മാറ്റി നിർത്തിയതിനും നിങ്ങൾക്കർഹിക്കുന്ന ബഹുമാനം കിട്ടാത്തതിനും പ്രധാന കാരണം നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല എന്നതല്ലേ? നിങ്ങളെ പുച്ഛിച്ചവർക്ക് മുന്നിൽ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്, നിങ്ങളുടെ സാമ്പത്തികമായ വളർച്ചയാണ്. അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരനായ ഒരാൾക്ക് വലിയൊരു സമ്പന്നനാകാൻ കഴിയുക? പണം എന്നത് ഒരു മാന്ത്രിക വിദ്യയല്ല, അതൊരു സിസ്റ്റമാണ്. പണത്തിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്ക് പണം ഒഴുകിയെത്തും, അല്ലാത്തവരിൽ നിന്ന് അതകന്നുപോകും. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആചാര്യ ചാണക്യൻ പണമുണ്ടാക്കാനും അത് നിലനിർത്താനും ആവശ്യമായ സുവർണ നിയമങ്ങൾ അദ്ദേഹത്തിന്റെ നീതിശാസ്ത്രത്തിൽ എഴുതിവച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യനെ കോടീശ്വരനാക്കി മാറ്റാൻ സഹായിക്കുന്ന ചാണക്യന്റെ ആ 7 മഹത്തായ രഹസ്യങ്ങളാണ്. ഒന്നാമത്തെ രഹസ്യം പണത്തെ ബഹുമാനിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, വിഡ്ഢികൾ പൂജിക്കപ്പെടാത്തയിടത്തും ധാന്യങ്ങൾ നശിപ്പിക്കപ്പെടാത്തയിടത്തും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കില്ലാത്തയിടത്തും ലക്ഷ്മീദേവി താനെ വന്നുചേരും. ഇതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? പണത്തെ ലക്ഷ്മീദേവിയായിട്ടാണ് ഭാരതീയർ കാണുന്നത്. ആ പണത്തെ ദുരുപയോഗം ചെയ്യുന്നവന്റെ കയ്യിൽ പണം നിൽക്കില്ല. ഇന്ന് പലർക്കും പണം കിട്ടിയാൽ ഉടനെ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഷോ ഓഫ് ചെയ്യാനാണ് തിടുക്കം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വില കൊടുത്തു വാങ്ങുക, EMI എടുത്ത് വലിയ കാറുകൾ വാങ്ങുക, കൂട്ടുകാരുടെ മുന്നിൽ ആളാകാൻ വേണ്ടി പണം വാരിയെറിയുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പണത്തിന് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നു. ആഡംബരം കാണിക്കാൻ വേണ്ടി ചെലവാക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ ഭാവിയെയാണ് കാർന്നു തിന്നുന്നത്. ലോകത്തിലെ യഥാർത്ഥ കോടീശ്വരന്മാർ, ഉദാഹരണത്തിന് വാറൻ ബഫറ്റ്, രത്തൻ ടാറ്റ എന്നിവർ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. അവർ പണത്തെ ഷോ കാണിക്കാനുള്ള ആയുധമായല്ല, മറിച്ച് സ്വാതന്ത്ര്യം നേടാനുള്ള ടൂളായിട്ടാണ് കാണുന്നത്. പണക്കാരനാകുക എന്നതും സമ്പന്നനാകുക എന്നതും രണ്ടും രണ്ടാണ്. ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള, എന്നാൽ അത്രയും തന്നെ ലോണുള്ള ഒരാൾ പണക്കാരനാണ്. പക്ഷേ അയാൾ സമ്പന്നനല്ല. കാരണം നാളെ ആ ജോലി പോയാൽ അയാൾ തെരുവിലാകും. എന്നാൽ ബാങ്കിൽ കോടികളുടെ നിക്ഷേപമുള്ള, വളരെ സാധാരണ വസ്ത്രം ധരിച്ചു നടക്കുന്ന ഒരാൾ സമ്പന്നനാണ്. പണത്തെ ബഹുമാനിക്കുക എന്നാൽ അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കുക, ബാക്കി നിക്ഷേപിക്കുക എന്നതാണ്. രണ്ടാമത്തെ രഹസ്യം മടി ഉപേക്ഷിക്കുക, കർമ്മം ചെയ്യുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, ഉത്സാഹമുള്ളവന് ദാരിദ്ര്യമില്ല, നാമം ജപിക്കുന്നവന് പാപവുമില്ല. പണക്കാരനാകാൻ കുറുക്കുവഴികളില്ല. പലരും ലോട്ടറി അടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാനോ കാത്തിരിക്കുന്നവരാണ്. ചാണക്യൻ പറയുന്നത്, ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം സമയമാണ്. ആ സമയം വെറുതെ ഉറങ്ങാനും TV കാണാനും സോഷ്യൽ മീഡിയയിൽ സമയം കളയാനും ഉപയോഗിക്കുന്നവന് ദാരിദ്ര്യം എളുപ്പത്തിൽ പിടികൂടും. നിങ്ങളൊരു സാധാരണ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ 8 മണിക്കൂർ ജോലി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ കോടീശ്വരനാകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. അതായത് 9 മണി മുതൽ 5 മണി വരെയുള്ള ജോലി നിങ്ങളുടെ വയറ്റുപിഴപ്പാണ്. എന്നാൽ 6 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ തലവര മാറ്റുന്നത്. അവിടെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തണം. ഒഴുകുന്ന വെള്ളമേ ശുദ്ധമായിരിക്കൂ, കെട്ടിക്കിടന്ന വെള്ളം ദുർഗന്ധം വമിക്കും. അതുപോലെ അധ്വാനിക്കുന്ന ശരീരത്തിൽ മാത്രമേ ലക്ഷ്മി കടാക്ഷമുണ്ടാകൂ. മൂന്നാമത്തെ രഹസ്യം തുള്ളി തുള്ളിയായി സമ്പാദിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, ജലത്തുള്ളികൾ വീണ് വീണ് കുടം നിറയുന്നതുപോലെയാണ് അറിവും ധർമ്മവും സമ്പത്തും മനുഷ്യനിൽ നിറയുന്നത്. ഒറ്റയടിക്ക് ആരും കോടീശ്വരനാകില്ല. ഇന്ന് നിങ്ങൾ മാറ്റിവെക്കുന്ന ഓരോ ചെറിയ തുകയും നാളത്തെ വലിയൊരു നിക്ഷേപമാണ്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ്,
എനിക്ക് മാസം 15,000 രൂപയല്ലേ ശമ്പളമുള്ളത്, ഇതിൽ നിന്ന് എന്ത് മാറ്റിവെക്കാനാണ് എന്ന്. ഇതിന് ചാണക്യൻ പറയുന്ന മറുപടി, നിങ്ങളുടെ വരുമാനം എത്രയുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു ചെറിയ ശതമാനം ആദ്യം തന്നെ മാറ്റിവെക്കണം എന്നാണ്. പേ യുവർ സെൽഫ് ഫസ്റ്റ്. ശമ്പളം കിട്ടിയാലുടനെ അതിൽ നിന്ന് ഒരു 20% എടുത്ത് മാറ്റിവെക്കുക. അത് നിങ്ങൾക്കുള്ളതാണ്. ബാക്കിയുള്ള 80% കൊണ്ടേ ചിലവുകൾ നടത്താവൂ. ആ മാറ്റിവെക്കുന്ന തുക സ്ഥിരമായി നിക്ഷേപിക്കാൻ പഠിക്കണം. ഇതിനെയാണ് കോമ്പൗണ്ടിങ്ങിന്റെ മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത്. ഒരു ചെടി നട്ടു നനച്ച് മരമാക്കുന്നത് പോലെയാണ് പണം വളർത്തുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒരു മാറ്റവും തോന്നില്ല, എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ തണൽ നൽകും. സാമ്പത്തിക അച്ചടക്കമില്ലാത്തവന്റെ കയ്യിൽ ലക്ഷങ്ങൾ കിട്ടിയാലും അവനതെല്ലാം തുലച്ചുകളയും. 4ാമത്തെ രഹസ്യം, പണം പണത്തെ ഉണ്ടാക്കണം. മണി മേക്സ് മണി. ചാണക്യൻ പറയുന്നു, ഉപയോഗിക്കാത്ത പണം നശിച്ചുപോകും. നിങ്ങളുടെ കയ്യിലുള്ള പണം അലമാരയിൽ വെറുതെ സൂക്ഷിച്ചു വച്ചാൽ അതിന് യാതൊരു വിലയുമില്ല. പണപ്പെരുപ്പം കാരണം അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പണത്തെ നിങ്ങളൊരു ജോലിക്കാരനെ പോലെ കാണണം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. അതിന് നിങ്ങൾ ശരിയായ രീതിയിൽ നിക്ഷേപം നടത്തണം. ബിസിനസ്സിലോ ഷെയർ മാർക്കറ്റിലോ റിയൽ എസ്റ്റേറ്റിലോ അറിവിലോ എവിടെയാണെങ്കിലും പണം പെരുകാനുള്ള വഴികൾ കണ്ടെത്തണം. വലിയ കോടീശ്വരന്മാർ അവരുടെ പണം ബാങ്കിൽ വെറുതെ വെക്കാറില്ല. അവർ പുതിയ സംരംഭങ്ങളിലേക്ക് അത് ഒഴുക്കിക്കൊണ്ടേയിരിക്കും. റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ആ റിസ്ക് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയുള്ള കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കണം. ബിസിനസ് ചെയ്യാൻ ഭയമുള്ളവർക്ക് ഒരിക്കലും വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ കഴിയില്ല. 5ാമത്തെ രഹസ്യം, ഏറ്റവും വലിയ നിക്ഷേപം അറിവിലാണ് എന്നതാണ്. ചാണക്യൻ പറയുന്നു, വിദ്യയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്ത്. വിദ്യയുള്ളവനെ ലോകം മുഴുവൻ ബഹുമാനിക്കും. വിദ്യ സൗന്ദര്യത്തെയും യുവത്വത്തെയും തോൽപ്പിക്കും. നിങ്ങൾക്ക് പണക്കാരനാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തലച്ചോറിന് പണത്തിന്റെ ഭാഷ മനസ്സിലാകണം. ഫിനാൻഷ്യൽ ലിറ്ററസി. പാവപ്പെട്ടവർ പണത്തിനു വേണ്ടി പണിയെടുക്കുന്നു, എന്നാൽ പണക്കാർ പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നു. പണക്കാരുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. അതിന് പുസ്തകങ്ങൾ വായിക്കുക, വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളുമായി സംസാരിക്കുക. സ്കൂളുകളിലോ കോളേജുകളിലോ നമുക്ക് പണമുണ്ടാക്കാൻ പഠിപ്പിച്ചു തരുന്നില്ല. അവർ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു നല്ല ജോലിക്കാരനാകാം എന്ന് മാത്രമാണ്. അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് നിങ്ങൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടണം. പുതിയ കാലത്തെ സ്കില്ലുകൾ പഠിച്ചെടുക്കണം. ഒരിക്കൽ നിങ്ങൾ പണമുണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും 1 വർഷം കൊണ്ട് നിങ്ങൾക്കതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും. 6ാമത്തെ രഹസ്യം, നിങ്ങളുടെ സാമ്പത്തിക പ്ലാനുകൾ രഹസ്യമാക്കി വെക്കുക. ചാണക്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണിത്. നിങ്ങളുടെ ധനനഷ്ടം, മനക്ലേശം, വീട്ടിലെ പ്രശ്നങ്ങൾ, ഭാര്യയുമായുള്ള വഴക്ക്, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക പ്ലാനുകൾ, ഇത്രയും കാര്യങ്ങൾ ആരോടും പറയരുത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്തുമ്പോൾ അത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കരുത്. നിങ്ങളുടെ വളർച്ച കാണുമ്പോൾ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്നത് നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയായിരിക്കും. അവരുടെ കണ്ണേറ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തും. ചിലപ്പോൾ അവർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും അല്ലെങ്കിൽ പ്ലാനുകൾ കോപ്പിയടിക്കും. നിങ്ങളുടെ പണം, സമ്പാദ്യം, ലക്ഷ്യങ്ങൾ എല്ലാം രഹസ്യമായി വെക്കുക. വിജയിച്ചു കഴിയുമ്പോൾ ലോകം താനെ അതറിഞ്ഞുകൊള്ളും. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. 7ാമത്തെ രഹസ്യം, ശരിയായ ആളുകളുമായി മാത്രം കൂട്ടുകൂടുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, ചെളിയിൽ കിടക്കുന്ന പന്നിയോട് കൂട്ടുകൂടിയാൽ നിങ്ങളുടെ ദേഹത്തും ചെളി പുരളും. നിങ്ങളുടെ ചുറ്റുമുള്ള 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ. നിങ്ങൾ എപ്പോഴും ദാരിദ്ര്യം പറയുന്ന മടിയന്മാരായ 5 പേരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ 6ാമത്തെ ദരിദ്രനും മടിയനും നിങ്ങളായിരിക്കും. എന്നാൽ വലിയ സ്വപ്നങ്ങളുള്ള, കഠിനാധ്വാനം ചെയ്യുന്ന, ബിസിനസ് ഐഡിയകൾ സംസാരിക്കുന്ന 5 പേരുടെ കൂടെയാണ് നിങ്ങളുടെ സഞ്ചാരമെങ്കിൽ 6ാമത്തെ കോടീശ്വരൻ നിങ്ങളായിരിക്കും. ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകൾക്ക് നിങ്ങളെ പരാജയത്തിന്റെ കഥകൾ മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ. അതിനാൽ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ മാറ്റുക. നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്ന, നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്ന ടോക്സിക്കായ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിർദാക്ഷിണ്യം ഒഴിവാക്കുക. പകരം നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുക. സുഹൃത്തുക്കളെ, കോടീശ്വരനാകുക എന്നത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമല്ല. അതൊരു യാത്രയാണ്. നിരന്തരമായ പരിശ്രമത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും യാത്ര. നിങ്ങൾ ഇന്ന് സഹിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ, നിങ്ങൾ ഒഴിക്കുന്ന വിയർപ്പ്, ഇതെല്ലാം നാളെ വലിയൊരു സാമ്രാജ്യമായി മാറും. അന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തിയവർ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കും. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വിലാസമുണ്ടാകും. പണം ഒരു ലക്ഷ്യമല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ഒരു ആയുധം മാത്രമാണ്. ആ ആയുധം ധർമ്മത്തിൽ ഊന്നി നിന്ന് നേടിയെടുക്കുക. ചാണക്യൻ പറഞ്ഞ ഈ 7 തത്വങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഉറപ്പാണ്. ജയിക്കുക, കീഴടക്കുക.